ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാവരും സ്കൂളിലേക്കൊക്കെ പോകാനായിട്ട് തുടങ്ങി. പുതിയ ക്ലാസ്, പുതിയ ഫ്രണ്ട്സിനെയൊക്കെ എല്ലാവർക്കും കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ബാക്ക് ടു സ്കൂൾ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഹാക്സ് ആണ് ഷെയർ ചെയ്യുന്നത്. ഇത് നമ്മുടെ സ്കൂൾ സീരീസിലെ 7ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ ഫസ്റ്റ് ടിപ്പിലോട്ട് പോകാം. ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നല്ലൊരു സ്ലീപ്പ് റുട്ടീൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ കുട്ടികൾ എന്തായാലും ഒരു 8 മണിക്കൂറൊക്കെ വൈകുന്നേരം നന്നായിട്ട് ഉറങ്ങണം. അങ്ങനെ ഉറങ്ങി എഴുന്നേറ്റാൽ മാത്രമേ ക്ലാസ്സിൽ ചെന്നിരിക്കുമ്പോൾ നമുക്ക് നല്ല ഉണർവോട് കൂടി ഇരുന്ന് പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ വെക്കേഷനൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് മൊത്തത്തിൽ നമ്മുടെ റുട്ടീനൊക്കെ ആകെ പോയി കിടക്കുകയാണല്ലേ. നമ്മൾ വൈകുന്നേരം ഉറങ്ങുന്നത് ലേറ്റ് ആയിട്ടായിരിക്കും, എഴുന്നേൽക്കുന്നതും ലേറ്റ് ആയിട്ടായിരിക്കും. അങ്ങനെ ഒരു സ്കെഡ്യൂളിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ സ്കൂളിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ നമുക്ക് പെട്ടെന്ന് ടൈമിങ് മാറുമ്പോൾ ഭയങ്കര ടയേർഡ് ഈ ഒരു ആഴ്ച നമുക്ക് എന്തായാലും ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. എൻ്റെ മക്കൾക്കും അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പം ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഉറങ്ങുന്നതിൻ്റെ ടൈം പതുക്കെ നേരത്തെയാക്കി. അപ്പോൾ നമ്മൾ നേരത്തെ ഉറങ്ങാൻ തുടങ്ങുമ്പോൾ നമുക്ക് രാവിലെ ആകുമ്പോഴേക്കും ഒരുവിധം നമ്മുടെ ഉറക്കമൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അത്ര അങ്ങോട്ട് ക്ഷീണം തോന്നില്ല. അപ്പോൾ ഇന്ന് തൊട്ട് തന്നെ നമ്മുടെ സ്ലീപ്പ് റുട്ടീൻ ഒന്ന് മാറ്റിയെടുക്കുക. നമ്മൾ സ്വയമായിട്ട് എഴുന്നേറ്റ് പഠിക്കാനായിട്ടൊരു അലാറം ക്ലോക്ക് നമ്മുടെ അടുത്ത് വെക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ പാരൻസിൻ്റെ ഹെൽപ്പ് വേണമെങ്കിൽ അവരെ പറഞ്ഞ് ഏൽപ്പിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് വേഗം ഉറങ്ങാനും രാവിലെ വേഗം എഴുന്നേൽക്കാനായിട്ടും അത് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സമയം മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുക എന്നുള്ളതാണ്. അതായത് അങ്ങനെ പഠിക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു കാര്യം നല്ലൊരു റുട്ടീൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ എത്ര സമയം എടുക്കുന്നു എന്ന് നമ്മൾ നോക്കുക. അതിനുശേഷം അതനുസരിച്ച് വേണം നമ്മൾ റുട്ടീൻ ചാർട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഓരോരുത്തരുടെയും വീട്ടിലെ സാഹചര്യങ്ങൾ പലതരത്തിലായിരിക്കും. ചില കുട്ടികളുടെ മാതാപിതാക്കൾ ജോലിക്ക് പോകുന്നവരുണ്ടാവും, ചില കുട്ടികളുടെ സ്കൂൾ വളരെ അകലെയായിരിക്കും, ചിലരുടെ വളരെ അടുത്തായിരിക്കും. അങ്ങനെ പോകുന്ന സമയം, എത്തുന്ന സമയമൊക്കെ വളരെ വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു റുട്ടീൻ പറഞ്ഞു തന്നാൽ അത് അങ്ങനെ തന്നെ കോപ്പി അടിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. നമ്മുടേതായ സ്റ്റൈലിൽ ഒരു റുട്ടീൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇല്ലെങ്കിൽ ടൈം ഒട്ടും മാനേജ് ചെയ്യാൻ അറിയാതാവുമ്പോൾ നമുക്ക് ഭയങ്കര സ്ട്രെസ്സും മടിയും, പിന്നെ സ്കൂളിലേക്ക് പോകാനായാലും പഠിക്കാനായാലും ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യില്ല. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് സമയം മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ സമയം ലാഭിക്കാൻ നോക്കരുത്. പലപ്പോഴും ഞാനും പഠിക്കുന്ന സമയത്തൊക്കെ ട്യൂഷനൊക്കെ രാവിലെ പോകേണ്ടത് കൊണ്ട് തന്നെ സമയം വേഗം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് വേഗം ക്ലാസ്സിലോട്ട് പോകും, ഉച്ചയ്ക്ക് കഴിക്കാമല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷെ അങ്ങനെ പോയി നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു എനർജി ഉഷാറൊന്നും കിട്ടില്ല, പല വയ്യായികളും നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ അങ്ങനെ സമയം ലാഭിക്കാൻ നോക്കരുത്. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് പഠിക്കരുത്. അങ്ങനെ ശീലമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എപ്പോഴും അങ്ങനെ സ്കിപ്പ് ചെയ്യും. നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ക്ലാസ്സിലേക്ക് റെഡി ആയിട്ടൊക്കെ പോകില്ലേ, നല്ല ഭംഗിയിൽ മേക്കപ്പൊക്കെ ചെയ്ത് പൗഡറൊക്കെ ഇട്ട് സ്പ്രേ ഒക്കെ അടിച്ച് നല്ല ഭംഗിയിൽ പോകും. പക്ഷേ നമ്മുടെ ബോഡി വൃത്തിയാക്കിയിട്ടാണോ നമ്മൾ പോകുന്നതെന്ന് കൂടി ഒന്ന് ആലോചിക്കുക. എപ്പോഴും നമ്മൾ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ കുളിച്ച് വൃത്തിയായി ക്ലാസ്സിലോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഈ വരുന്ന ഉറക്കക്ഷീണവും കാര്യങ്ങളൊക്കെ പോയി ഒരു പ്രത്യേക ഒരു സുഖമാണ് കുളിച്ച് വൃത്തിയായി നമ്മൾ ഡ്രസ്സ് മാറി ക്ലാസ്സിലോട്ട് പോകുമ്പോൾ. നമ്മുടെ അടുത്തിരിക്കുന്നവർക്കും അതെ, നമ്മളെ കാണുമ്പോഴായാലും നമ്മുടെ അടുത്തിരിക്കാനായാലും ആ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വൃത്തിയില്ലാതെ എന്തൊക്കെ മേക്കപ്പ് ഇട്ടോ എത്രയും പൗഡർ ഇട്ടാലും ആ ഒരു വൃത്തി നമ്മുടെ ബോഡിക്ക് ഇല്ലെങ്കിൽ ആ ഒരു ഫ്രഷ്നെസ് ഒരിക്കലും ഫീൽ ചെയ്യില്ല എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ ചെറിയൊരു പേഴ്സണൽ ആയിട്ടുള്ളൊരു ഡയറി, നമ്മുടെ സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതാനൊരു ഡയറി വെക്കുന്നത് നല്ലതായിരിക്കും. ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ക്ലാസ്സിൽ പറയുന്ന ഹോംവർക്കുകൾ, അതുപോലെ എക്സാമുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കാൻ ഒരു ഡയറി. ചില സ്കൂളുകളിൽ അവർ ഡയറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ചില സ്കൂളുകളിൽ ഡയറി ഇല്ല. അപ്പോൾ അതിനായിട്ട് ചെറിയൊരു നോട്ട്ബുക്ക്, വളരെ ചെറുത് മതി, അങ്ങനത്തെ ഒരു നോട്ട് പാഡ് കയ്യിൽ കരുതുക. നമ്മൾ കേട്ടിട്ടുള്ളൊരു പഴഞ്ചൊല്ലാണ് മടിയൻ മല ചുമക്കുമെന്ന് അല്ലേ. അപ്പോൾ മടി വരുമ്പോൾ നമ്മൾ എന്താണ്, നമ്മൾ അന്നാന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ മാറ്റി വെച്ച് അത് കുന്നുപോലെയായി മാറും. പിന്നീട് ആ ഒരു കാര്യം ചെയ്ത് തീർക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. അത് തന്നെയാണ് ഈ ഒരു ഇയർ നമ്മുടെ പഠനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ കുറച്ച് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട്, വളരെ കുറച്ചേ പഠിപ്പിച്ച് തുടങ്ങിയിട്ടുള്ളൂ. ഇന്ന് മുതൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഇനി വരുന്ന എക്സാം ആയാലും ഈ ഒരു ഇയർ ആയാലും നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ വളരെ കുറച്ചേ പഠിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ, വളരെ കുറച്ചുള്ളൂ. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ നല്ലതായിട്ട് ഞാൻ ഈ വർഷം പഠിക്കുമെന്നുള്ള ഡിസിഷനിൽ പഠിക്കാനായിട്ടും കൂടി ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെയധികം സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ടത് ഹെൽപ്പ് ചെയ്യും.
ക്ലാസ് തുറന്ന് ചെല്ലുമ്പോൾ നമ്മുടെ ക്ലാസ്സൊക്കെ പുതിയതായിട്ട് വരുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സും ചിലപ്പോൾ മാറിപ്പോയിട്ടുണ്ടാവും. അതാണ് നമ്മുടെ ഏറ്റവും സങ്കടമുള്ള ഒരു കാര്യമല്ലേ. പക്ഷെ നമ്മൾ ആരും വിഷമിക്കേണ്ട. പുതിയ ക്ലാസ്സിൽ എന്തായാലും നമുക്ക് പുതിയ ടീച്ചേഴ്സ്, പുതിയ കൂട്ടുകാരൊക്കെ എന്തായാലും കിട്ടും. ചിലപ്പോൾ ചെല്ലുമ്പോൾ അപ്പം തന്നെ കിട്ടിയില്ലെങ്കിലും ഇത്തിരി കഴിയുമ്പോൾ നമ്മുടെ ഒരു സ്വഭാവത്തിന് മാച്ച് ആയിട്ടുള്ള നമുക്ക് നല്ലൊരു ഫ്രണ്ടിനെ എന്തായാലും കിട്ടും. നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക, നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. പിന്നെ നമ്മളൊരു ഫ്രണ്ടിനെ കണ്ടുപിടിക്കുമ്പോൾ അത് നല്ലൊരു ഫ്രണ്ട് ആയിരിക്കണം എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ്. ഫേക്ക് ആയിട്ടുള്ള ഒരുപാട് ഫ്രണ്ട്സ് നമ്മുടെ ചുറ്റുമുണ്ട്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ ഫ്രണ്ട്സിനെ നമ്മൾ ഉണ്ടാക്കി കൊണ്ട് നടക്കുന്നതിൽ ഒരു അർത്ഥമില്ല. ഏറ്റവും ആത്മാർത്ഥമായിട്ടും നമ്മളെ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫ്രണ്ട് ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അത് ഇത്തിരി സമയം എടുത്താലും വൈകാതെ തന്നെ നമുക്ക് നല്ലൊരു ഫ്രണ്ടിനെ കിട്ടും. അടുത്തതായിട്ട് ക്ലാസ് വിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കുളിച്ച് ഫ്രഷായി നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ടൈം മാറ്റി വെക്കുക എന്നുള്ളതാണ്. അത് എൻ്റർടൈൻമെൻറ്റ് പേർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് TV കാണാനോ പുറത്ത് കളിക്കാനോ എന്താണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് എന്തായാലും നമ്മൾ സമയം മാറ്റി വെക്കുക. പഠനത്തോടൊപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ പ്ലേ ടൈം അല്ലെങ്കിൽ നമുക്കുള്ള ഫ്രീ ടൈം എന്നൊക്കെ പറയുന്നത്. അതെന്തായാലും കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ പഠിക്കാനായിട്ട് ഇരുന്നാൽ മതി. അങ്ങനെ നമ്മൾ കളിച്ചും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഹോബീസൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പഠിക്കാനിരിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സന്തോഷം തോന്നും. അതിൽ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും അതിലേക്ക് ഓവർ അഡിക്ഷനായിട്ട് പഠിക്കാൻ ഉള്ള ഒരു ഇൻട്രസ്റ്റ് പോകുന്ന ചില കാര്യങ്ങളാണ്. നമ്മൾ കൂടുതൽ സമയം ഫോൺ യൂസ് ചെയ്യുക, TV യൂസ് ചെയ്യുക. ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു അഡിക്ഷൻ പോലെയാണ്. അത് നിർത്താൻ പറ്റില്ല, നമുക്ക് വിഷമാവും അത് നിർത്തുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളോട്ട് കൂടുതൽ പോവാതെ ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ട് ഈ ടൈം കഴിയുമ്പോൾ നമ്മൾ നിർത്തുക. ഞാൻ ഇത്ര നേരം മാത്രമേ ഫോൺ നോക്കുള്ളൂ. ആ ടൈമിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം മാത്രം നോക്കിയ ശേഷം ഫോൺ ഓഫ് ചെയ്ത് വയ്ക്കുക, പഠിക്കാനായിട്ട് പോവുക. ഇല്ലാതെ ഒരു ചിട്ടയില്ലാതെ ഫോണും TVയും എല്ലാം ഇങ്ങനെ കണ്ട് ടൈം വേസ്റ്റ് ആകുമ്പോൾ എന്താണ്, ഞാൻ ആദ്യം പറഞ്ഞ കേസാണ് വരിക. മടിയൻ മല ചുമക്കുമെന്ന് പറഞ്ഞ പ്രോബ്ലം വരും. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് അന്നാന്ന് തരുന്ന ഹോംവർക്ക് കൃത്യമായിട്ട് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. പലപ്പോഴും ഹോംവർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആൻസറൊക്കെ തെറ്റാവുമെന്ന് വിചാരിച്ചിട്ട് നമ്മളത് പ്രോപ്പറായിട്ട് ചെയ്യൂല. പിന്നെ ക്ലാസ്സിൽ ചെന്ന് മറ്റുള്ള ഫ്രണ്ട്സിൻ്റെ നോക്കി എഴുതി വെക്കാം എന്നൊക്കെ വിചാരിക്കും. അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത്. ഹോംവർക്ക് നമുക്ക് വീട്ടിലേക്ക് തന്നു വിടുന്നത് നമ്മൾ സ്വന്തമായിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചെയ്തുകൊണ്ടുവന്ന് തെറ്റിയാൽ തെറ്റട്ടെ. തെറ്റിയാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ചെയ്ത് തെറ്റാണ്. അത് ക്ലിയർ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മൾ സ്വയം ഹോംവർക്കുകൾ ചെയ്ത് നോക്കുക. നമ്മുടെ പഠനത്തിന് ശേഷം നെക്സ്റ്റ് ഡേ ക്ലാസ്സിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകണം എന്നുള്ളത് തലേ ദിവസം തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുക. നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ച് ബുക്സ് എല്ലാം വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ അസൈൻമെൻറ്റ്സ് എന്തെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ അതൊക്കെ ഫയലിലിട്ട് വെക്കുക. എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ, യൂണിഫോം സെറ്റ് ചെയ്ത് വെക്കുക, ഷൂ പോളിഷ് ചെയ്ത് വെക്കുക, എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തലേ ദിവസം തന്നെ ചെയ്ത് വെക്കുക. ഇല്ലെങ്കിൽ രാവിലെ നമ്മളൊരു റുട്ടീനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ കാര്യങ്ങളൊന്നും കൃത്യമായി തലേ ദിവസം ചെയ്യാതാവുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, രാവിലെ നമ്മൾ ഒരുപാട് ടൈം ഇതിന് വേണ്ടി വേസ്റ്റ് ആവും. ചിലപ്പോൾ നമ്മൾ ടിഫിൻ കഴുകി വെച്ചിട്ടുണ്ടാവില്ല, ഷൂ തുടച്ച് വെച്ചിട്ടുണ്ടാവില്ല, ടൈം ടേബിൾ വെച്ചിട്ടുണ്ടാവില്ല. അവസാനം രാവിലെ ആകുമ്പോൾ ആകെ തിക്കും തിരക്കും ബഹളം, പാരൻസിൻ്റെയും നമുക്ക് ചീത്ത കിട്ടുന്നു. നമ്മൾ ഫുൾ സ്ട്രെസ്സായിട്ട് ക്ലാസ്സിൽ പോകുന്നു. വളരെ ഇറിറ്റേറ്റഡ് ആയിട്ട് ക്ലാസ്സിൽ ചെന്നിരിക്കുമ്പോൾ എന്താണ്, ആ ഒരു ഡേ ഫുൾ സ്പോയിലായ മട്ടാണ്. അതുകൊണ്ട് തന്നെ തലേ ദിവസം തന്നെ നമ്മുടെ ഇങ്ങനത്തെയുള്ള എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് എടുത്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ പാരൻസിനോട് കുറച്ച് നേരം സംസാരിക്കാനായിട്ട് ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു ടൈം നമ്മൾ മാറ്റി വെക്കുക കേട്ടോ. ക്ലാസ് വിട്ട് വന്നു കഴിഞ്ഞാൽ സൈലൻ്റ് ആയിട്ട് ഇരിക്കാതെ എന്തൊക്കെ ക്ലാസ്സിലുണ്ടായി, നമുക്ക് എന്തെങ്കിലുമൊക്കെ സങ്കടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാരൻസിനോട് പറയുകയാണെങ്കിൽ അവർ കുറച്ചും കൂടി, നമ്മുടെ ഫ്രണ്ട്സിന് നമ്മളെ കുറേ കാര്യങ്ങളൊക്കെ അഡ്വൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമ്മുടെ പാരൻസ് കുറച്ചും കൂടി മെച്ചൂർഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തിരി കൂടി കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മളോട് പറഞ്ഞു തരാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരോട് നമ്മുടെ മനസ്സിലെ സങ്കടങ്ങൾ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവുകയും അതിനുള്ള ടിപ്സൊക്കെ എന്ത് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാനായിട്ട് പാരൻസിന് പറ്റും. അപ്പോൾ നമ്മൾ അതൊന്ന് ഷെയർ ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എപ്പോഴും നല്ല കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ചിലപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ പല പല വിഷമങ്ങൾ നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ വരാം. പലരും നമ്മളെ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആവാം, ടീച്ചേഴ്സ് ആവാം, പറയുന്ന ചില കാര്യങ്ങളാവാം, നമുക്ക് മൈൻഡിൽ വിഷമങ്ങൾ വരാം. പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡാക്കേണ്ട. നമ്മൾ നല്ല ബോൾഡായിട്ട് മുന്നോട്ട് പോവുക. നമ്മുടെ ലൈഫിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബുക്കിലെ ഒരു ചാപ്റ്ററാണ് സ്കൂളിലെ ഓരോ ക്ലാസ്സുകളും. അപ്പോൾ അതിങ്ങനെ കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് പുതിയ പുതിയ അനുഭവങ്ങൾ നമ്മുടെ ലൈഫിൽ കിട്ടും. അപ്പോൾ അതിൽ നിന്നുള്ള പാഠങ്ങൾ മനസ്സിലാക്കി നെക്സ്റ്റ് ഒരു ഇയറിൽ അത് വരുത്താതിരിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ വിഷമിക്കാതെ നമ്മളെ തന്നെ തളർത്താതെ നമ്മൾ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, നമ്മളെക്കുറിച്ച് തന്നെ അങ്ങനെ മുന്നോട്ട് പോകുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയ കുറേ ടിപ്സൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതിരിക്കേണ്ട എല്ലാ കൂട്ടുകാർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.